ദൈവജനമേ, ഇന്ന് പീഠാനുഭവ വെള്ളി, ഗുഡ് ഫ്രൈഡേ എന്ന് ഇംഗ്ലീഷിൽ പറയും. ശരിക്കും അതൊരു രക്ഷയുടെ ദിവസമാണ്, നല്ല ദിവസമാണ്. വഞ്ചനയുടെയും ചതിയുടെയും കാപട്യത്തിന്റെയും വേദനയുടെയും സഹനത്തിന്റെയും വഴിയിൽ കൂടി ഒരു മനുഷ്യനായ വ്യക്തി കടന്നുപോയതിന്റെ അവർണ്ണനീയമായ ദിനത്തിന്റെ ഓർമ്മ, ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് മിഴിനീർ പൊഴിച്ചതിന്റെ ഓർമ്മ, ദൈവത്തിന്റെ കരവേലയായ മനുഷ്യൻ ദൈവത്തെ ഒറ്റുകൊടുത്തിട്ട് അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മൃഗീയമായ ഓർമ്മ. ഇതാണ് ഈ ദുഃഖവെള്ളി നമുക്കായിട്ട് സമ്മാനിച്ചു വെച്ചിരിക്കുന്നത്. അത് സമ്മാനിച്ചു വെച്ചിരിക്കുന്നത് ദുഃഖത്തെക്കാൾ ഉപരി രക്ഷയുടെ അടയാളമായ കുരിശിൽ കരയേറ്റപ്പെട്ട കർത്താവായ ഈശോ മിശിഹായെയാണ്. കുരിശാകുന്ന ഈ പാത്രത്തിൽ ചുട്ടെടുക്കപ്പെട്ട മിശിഹായെ നമ്മൾ ധ്യാനിക്കുന്ന ദിവസമാണ്. തീർച്ചയായിട്ടും ഈ ധ്യാനത്തിന് കുറെ കൂടി ആഴമുണ്ട്. ആഴത്തിൽ ചിന്തിക്കാനായിട്ട് ഒരു മനുഷ്യന് സാധിക്കുകയാണെങ്കിൽ കണ്ണിൽ നിന്നും കണ്ണുനീര് ഇറ്റിറ്റ് വീഴാതെ അതിനെക്കുറിച്ച് ധ്യാനിക്കാനായിട്ട് സാധിക്കില്ല. പ്രിയമുള്ളവരെ, ഇതാണ് രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിൽ സമർപ്പിക്കപ്പെട്ട കർത്താവായ ഈശോ മിശിഹായുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ഇങ്ങനെയൊരു ഇവന്റ് നടന്നു. ഇവന്റ് ഇങ്ങനെയാണ്: ട്രഷേഴ്സ് ഫ്രം ദ പ്ലാനറ്റ് ഓഫ് ഹോളിവുഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ഹെറിറ്റേജ് ഓപ്ഷൻ ആയിരുന്നു. ഹെറിറ്റേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് പഴയ സാധനങ്ങള്, അതായത് ഹോളിവുഡ് സിനിമയിലൊക്കെ ഉപയോഗിച്ച പഴയ ഗംഭീരമായിട്ടുള്ള സാധനങ്ങള്, ഫേമസ് ആയിട്ടുള്ള സാധനങ്ങള് ലേലം ചെയ്യുന്ന പരിപാടിയാണ്. ഇങ്ങനെ ലേലം നടന്നുകൊണ്ടിരിക്കുന്ന അതില് ഒരു ലേലം നടന്നത് എങ്ങനെയാണ്: ടൈറ്റാനിക് എന്ന സിനിമയില് അതിലെ കഥാനായിക നമുക്കറിയാം, റോസ് എന്ന് പറയുന്ന കഥാനായിക. ഈ കഥാനായിക കപ്പൽ അപകടമുണ്ടായപ്പോ, ഈ ടൈറ്റാനിക് അപകടത്തിൽപ്പെട്ടപ്പോ വെള്ളത്തിലേക്ക് വീണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ ഡോറിൽ, അതിന്റെ ഈ വാതിൽപ്പിടിയിൽ പിടിച്ച് വെള്ളത്തിൽ കിടന്ന് രക്ഷപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഏതാണ്ട് ബാസ്ത മരത്തിന്റെ ഒരു ഡോറും അതിന്റെ കൈപ്പിടിയുമാണ്. ഈ കൈപ്പിടിയാണ് അവള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച ഈ കൈപ്പിടി ലേലത്തിലേക്ക് വന്നു. ഈ ചെറിയ ഡോറിന്റെ കഷണം അത് ലേലത്തിൽ വന്നു. ലേലത്തിൽ വന്നപ്പോൾ അതിന് ലഭിച്ച ലേലത്തുക എന്ന് പറയുന്നത് $7,18,780. അതായത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 6 കോടി രൂപ. ഈ ചെറിയ ഒരു വാതിൽ പിടിക്ക് ഈ മരക്കഷണത്തിന് ലഭിച്ച തുകയാണ് 6 കോടി രൂപ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മള് ഇതിനോട് കൂട്ടിച്ചേർത്ത് ചിന്തിക്കേണ്ട ചിന്ത ഇതാണ്: കർത്താവായ ഈശോ മിശിഹ കൊല്ലപ്പെട്ട ഈ തൂക്കുമരത്തിലെ ഈ കുരിശിന് നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? ചരിത്രപ്രധാനമായ കുരിശിന്റെ ഒരു കഷണത്തിന് നമ്മുടെ ജീവിതത്തിന് നമ്മൾ എന്ത് വില കൊടുത്താണ് അതിനെ വാങ്ങിക്കുന്നത്? വിശുദ്ധ അഗസ്റ്റിന് പറയുന്ന ഒരു കാര്യമുണ്ട്. അഗസ്റ്റിൻ പറയാണ്,
പിശാച് ദൈവമക്കളെ അടിമയാക്കി വെച്ചിരിക്കുന്നത് കണ്ട് വളരെ സങ്കടത്തോടെ പിതാവായ ദൈവം പിശാചിനോട് ചോദിക്കുകയാണ്, എന്റെ മക്കളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിനക്ക് എന്ത് വേണം? പിശാച് പറഞ്ഞു, എനിക്ക് മോചനദ്രവ്യം വേണം. എന്താണ് ഈ മോചനദ്രവ്യം? നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ടോം ഉഴുന്നാലച്ചൻ ഭീകരവാദികള് തട്ടിക്കൊണ്ടുപോയിട്ട് മോചനദ്രവ്യം കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. വളരെ വലിയൊരു തുക കൊടുത്താണ് അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടത്. ടോം ഉഴുന്നാലച്ചനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പിശാച് പിതാവായ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് മോചനദ്രവ്യം വേണം, നിന്റെ പുത്രന്റെ രക്തം വേണമെന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെ കുറിച്ചു വയ്ക്കുന്നത്. പിതാവായ ദൈവം അത് സമ്മതിച്ചു. മനുഷ്യരെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി അവന്റെ പുത്രന്റെ രക്തം കൊടുക്കാനായിട്ട് തയ്യാറായി. അതാണ് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി ഭവിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായിട്ട് ഭവിച്ചു. നമുക്ക് വേണ്ടിയിട്ടാണ് അവൻ മർദ്ദനങ്ങൾ ഏറ്റെടുത്തത്. നമുക്ക് വേണ്ടിയിട്ടാണ് അവൻ ഉഴവുചാല കീറുന്ന പോലെ അവന്റെ ശരീരത്തെ കീറി മുറിച്ച് അതൊരു ബലിയായി നമുക്ക് നൽകിയത്. പ്രിയമുള്ളവരെ, രക്ഷാകരമായ ഈ ഓർമ്മയില്, ഈ ധന്യമുഹൂർത്തത്തില് നമുക്കും ഈ രക്ഷയോട് ചേർന്ന് നിൽക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ സഹിച്ചതും, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചതും. ദുഃഖ വെള്ളിയാഴ്ച ആവർത്തിച്ച് പാടുന്ന ഒരു ഗീതമുണ്ട്. Were you there when they crucified my Lord? കർത്താവിനെ കുരിശിൽ തറച്ചപ്പോ നീ അവിടെ ഉണ്ടായിരുന്നോ? കർത്താവിനെ കുരിശിൽ തറച്ചപ്പോ ആ കുരിശിന് താഴെ നീ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഇന്നും കർത്താവിന്റെ ബലി ആവർത്തിക്കപ്പെടുമ്പോ ഈ കുരിശിന് താഴെ ഞാനുണ്ട്. കുരിശിന് താഴെ ഞാൻ നിൽക്കുമ്പോ എന്റെ ജീവിതത്തിന്റെ മനോഭാവം എന്തായിരിക്കണമെന്ന് കുരിശിന് താഴെ നിൽക്കുന്ന മനുഷ്യര് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടു തരം മനോഭാവമുള്ള ആളുകള് ഈ കുരിശിന് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാല് ഈ കുരിശിനോട് ചേർന്ന് നിന്നിരുന്ന കർത്താവിന്റെ ശിഷ്യനും അമ്മയും പ്രിയ ശിഷ്യനും ഒക്കെ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് തന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്ന പടയാളികളാണ്. അവന്റെ വസ്ത്രത്തിന് വേണ്ടി നറുക്കിട്ട് ആർക്കാണ് നറുക്ക് വീഴുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പടയാളികള്. ഇതില് ഏതു കൂട്ടരോടാണ് കർത്താവായ ഈശോ മിശിഹാ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും അവന്റെ കുരിശിനോട് ചേർന്ന് നിന്ന വ്യക്തിത്വങ്ങളോടാണ് അവിടുന്ന് സംസാരിക്കുന്നത്. മറിയത്തോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അത്രയും നേരം ഈ കുരിശിനോട് ചേർന്ന് നിന്ന ഈ മനുഷ്യരോട് കർത്താവ് സംവദിക്കുകയാണ്. പടയാളികളാകട്ടെ, ആർക്കാണ് ഇത് ഈ നറുക്ക് ലഭിക്കുന്നത് എന്ന ആകാംക്ഷയില് അവിടെ വ്യാപരിക്കുന്നു. രണ്ടു തരം മനോഭാവമുള്ള മനുഷ്യരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ കുരിശിന് താഴെ വന്നു നിൽക്കുമ്പോൾ ഏത് മനോഭാവത്തോടു കൂടിയാണ് ഞാൻ അവിടെ ആയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സ്വയം മറന്ന് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് അവരോട് അവൻ സംസാരിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ ബലിയെ സമീപിക്കുന്നത്, വിശുദ്ധ കുർബാനയെല്ലാം സമീപിക്കുന്നത് എനിക്ക് എന്ത് ലഭിക്കും, ഇവിടെ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും, എന്റെ മകന് IELTS പാസ്സാകാൻ പറ്റുമോ, എന്റെ രോഗം മാറുവോ, എന്റെ ദുരിതം മാറുവോ, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം എനിക്കുണ്ടാകുവോ, ഈ ഒരു ചിന്തയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ എവിടെ സമീപിക്കുന്നത്. അതിന് പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണവും നമ്മുടെ പക്കലുണ്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അത് വിഷമത്തിന് കാരണമാകും.
ചേർത്തലയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കരിസ്മാറ്റിക് നവീകരണ മൂവ്മെന്റ് എന്ന രീതിയിൽ നടത്തപ്പെടുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. എന്താണത്? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും ഈ ഭക്തിയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാല് എനിക്ക് എന്തെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ കിട്ടും, ഈ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില് പ്രത്യാശയിലാണ് നമ്മള് ഈ പ്രസ്ഥാനത്തിലേക്കെല്ലാം ഓടിക്കൂടുന്നത്. എന്നാല് കർത്താവായ യേശുവിന്റെ കുരിശിന്റെ താഴെ നിൽക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനോട്, അവന്റെ കഷ്ടതകളോട് സമരസപ്പെട്ട് പോകുവാനുള്ള മനോഭാവമാണ്. അല്ലാതെ എളുപ്പ വഴിയിൽ എങ്ങനെ ക്രിയ ചെയ്യാമെന്നുള്ളതല്ല. കർത്താവിന്റെ ജീവിതത്തിന്റെ ആരംഭത്തില്, പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തില് കല്ലിനെ അപ്പമാക്കാൻ പിശാച് അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. പിശാചിനോട് പറഞ്ഞു വിടുന്നത് എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടിയാണ്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ദൈവത്തിന്റെ ശത്രുവായ പിശാചാണ്. ആ പിശാചിനെ ആട്ടിപ്പായ്ക്കുകയാണ് കർത്താവായ ഈശോ മിശിഹാ ചെയ്യുന്നത്. വീണ്ടും പത്രോസ് അവന്റെ മുമ്പിൽ വന്ന് തടസ്സം നിൽക്കുമ്പോൾ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ പത്രോസിനോടും പറയുന്നുണ്ട്, നീ എന്റെ പിന്നിൽ പോയി നിൽക്ക് സാത്താനെ. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാനുള്ള മനുഷ്യരുടെ ഈ അഭിവാജ്ഞയുണ്ടല്ലോ, ആ കുരിശിന് താഴെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതല്ല നമുക്ക് വേണ്ടത്. ദൈവം നമുക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏത് സഹനമായാലും അത് കർത്താവിന്റെ കുരിശിനോടുകൂടി ചേർത്ത് വെച്ച് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള ആത്മധൈര്യമാണ് ഈ ദുഃഖവലിയിൽ നിന്ന് നമ്മൾ ശേഖരിക്കേണ്ടത്. അല്ലാതെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാനുള്ള നമ്മുടെ ആ തിടുക്കമുണ്ടല്ലോ, ആ തിടുക്കം അങ്ങ് മാറ്റിവെച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് കുരിശ് വഹിച്ചത്, ആ കുരിശിന്റെ പിന്നാലെ അനുഗമിക്കാനാണ്, സ്വയം മറന്ന് അനുഗമിക്കാനാണ് കർത്താവായ യേശു മിശിഹാ നമ്മളെ പഠിപ്പിക്കുന്നത്. ആഫ്രിക്കൻ നാടുകള് സന്ദർശിച്ച ഫ്രാൻസിസ് പാപ്പ അവിടുത്തെ ജനത്തോട് സംവദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ എപ്പോഴും എന്റെ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന 2 കാര്യങ്ങളുണ്ട് എന്നാ പറയുന്നത്. എന്റെ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന 2 കാര്യങ്ങളില് ഒന്നാമത്തേത് ജപമാലയാണ്, രണ്ടാമത്തേത് ചെറിയ പേഴ്സിന്റെ വലിപ്പത്തിലുള്ള ഒരു ആൽബമാണ്. ചെറിയ പേഴ്സിന്റെ വലിപ്പത്തിലുള്ള ഈ ആൽബത്തില് കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്. എന്നിട്ട് പറയുന്നു, സമയം കിട്ടുമ്പോഴൊക്കെ ഈ ചിത്രങ്ങള് ഞാൻ മറിച്ചു നോക്കും, എന്നിട്ട് അതിനെ ധ്യാനിക്കും. ഇത് എന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഊർജം നൽകുന്നതാണ്. ഈ ജപമാലയും ഈ കുരിശിന്റെ വഴിയുടെ ചിത്രങ്ങളും എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ ചിത്രങ്ങൾ എടുത്തു നോക്കുന്നത്? ഒന്നുകിൽ ദുഃഖ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും സഹനം വരുമ്പോ ദൈവമേ എനിക്കിത് വന്നുവല്ലോ എന്നോർത്തിട്ടാണ് ഈ കാര്യങ്ങള് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഇതേപോലെ അനുദിനം എന്നോണം ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ കൂടുതൽ വിശുദ്ധമായ ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ് പാപ്പ അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട്, ഇതാ എന്റെ ദൈവത്തിന്റെ തോൽവിയുടെ ചിത്രമാണ്, ഇതെന്റെ ദൈവത്തിന്റെ തോൽവിയുടെ ചിത്രമാണ്. ഈ തോൽവിയുടെ ചിത്രം ഞാൻ സൂക്ഷിക്കുമ്പോ മുന്നോട്ട് പോകാനുള്ള ഊർജം കിട്ടുകയാണ്. ഞാൻ എവിടെ വീണു പോയാലും കുഴപ്പമില്ല, ഈ ചിത്രത്തിൽ നോക്കുമ്പോ മുന്നോട്ട് പോകുവാൻ, വീണാലും എഴുന്നേൽക്കുവാനുള്ള ഊർജമാണ് എനിക്ക് ലഭിക്കുന്നത്. ഈ ലോകത്തിൽ തോറ്റുപോയവരുടെ സ്ഥാനം എവിടെയാണ്? അതാണ് കർത്താവായ ഈശോ മിശിഹായുടെ സ്ഥാനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ജീവിതത്തിൽ ഏത് ഉദ്യമത്തിലാണോ നീ തോറ്റുപോയത്, നിന്നേക്കാൾ ഏറ്റവും ആഴത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ പീഡാനുഭവ ധ്യാനം നിന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റും. നിനക്ക് ഒരിക്കലും തോൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളെക്കാൾ അധികം, ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനേക്കാൾ അധികം ജീവിതത്തിൽ തോൽവി ഏറ്റുവാങ്ങിയതാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പീഡാനുഭവ ചരിത്രത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിരാശകൾക്കും
എല്ലാ സങ്കടങ്ങൾക്കും ഇവിടെ പൂർണ്ണ വിരാമം ഉണ്ടാകണം. കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറ്റപ്പെടുകയാണ്. ഇനി ജീവിക്കാനുള്ള ഊർജം ലഭിക്കുകയാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ യാതൊരു കുറുക്കുവഴിയുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭൂപടം വരയ്ക്കപ്പെടേണ്ടത് കർത്താവായ ക്രിസ്തുവിന്റെ ഈ കുരിശിന്റെ വഴിയുടെ അതേ ഇടങ്ങളിലൂടെയാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ മാപ്പ് വരയ്ക്കപ്പെടേണ്ടത് ഈ കുരിശിന് ചുറ്റുമായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണ് താനും. പ്രിയമുള്ളവരെ, നമുക്ക് പരിശ്രമിക്കാം. ഈ കുരിശിലാണ് രക്ഷ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ക്രിസ്പിൻ എന്ന് പറയുന്ന ഒരു വൈദികൻ, ആധ്യാത്മികമായിട്ട് വളരെ പുരോഗമിച്ച അദ്ദേഹം ഒരിക്കലും ഒരു ആധ്യാത്മിക സംഭാഷണത്തില് കർത്താവായ ക്രിസ്തുവിനോട് ദർശനത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ വൈദികൻ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വിവരിച്ചിട്ടുള്ള ഡയറിയിൽ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പ്രശ്നകലുഷിതമായ ഈ ജീവിതക്കടൽ ഞാൻ ഏത് കപ്പലിലാണ്, ഈ ജീവിതക്കടൽ താണ്ടാൻ വേണ്ടി ഞാൻ ഏത് കപ്പലിലാണ് കയറേണ്ടത്? അവിടെ നിന്ന് ഉത്തരം വന്നു: നീ കയറേണ്ട കപ്പൽ കുരിശാകുന്ന കപ്പലാണ്. രണ്ടാമത്തെ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്: അധ്വാനം നിറഞ്ഞ ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തിയ ഞാൻ ഇനി ഏത് ഗോവണി ഉപയോഗിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് കയറേണ്ടത്? വീണ്ടും ആ ചോദ്യത്തിനും ഉത്തരം വന്ന നീ കയറേണ്ട ഗോവണി എന്ന് പറയുന്നത് കുരിശാണ്. തെല്ല് നീരസത്തോടെ മൂന്നാമത്തെ ചോദ്യവും ഇങ്ങനെ ചോദിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കർത്താവേ, ജീവിതത്തിലെ കുറേയേറെ കുരിശുകളൊക്കെ എനിക്ക് ലഭിച്ചു. സഹനത്താൽ വിശുദ്ധീകരിച്ച് സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ എത്തി നിൽക്കുന്നു. ഈ സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ള താക്കോൽ എന്താണ്? വീണ്ടും ഉത്തരം വന്നു: കുരിശാകുന്ന താക്കോൽ ഉപയോഗിച്ച് ഈ സ്വർഗത്തിന്റെ കവാടം തുറക്കുക. പ്രിയമുള്ളവരെ, ജീവിതത്തില് എന്ത് കാര്യമായാലും ഏത് കാര്യത്തിലേക്കായാലും നമ്മുടെ ജീവിതത്തിന്റെ വിജയം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ കുരിശിനോട് സമരസപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ക്ലേശങ്ങളാണ്, കുരിശുകളാണ് നമുക്ക് രക്ഷയുടെ അടയാളമായി, സ്വർഗത്തിന്റെ താക്കോലായി, ജീവിതത്തിന്റെ നൗകയായി എല്ലാം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കുരിശിൽ രക്ഷ കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. ഈ 2 വരി ഗാനം നമുക്ക് പാടാം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഒന്ന് പാടാമോ? കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഒരിക്കൽ കൂടി. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ കുരിശുകളെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ ആശ്വസിപ്പിക്കാനായി ഒത്തിരി ആൾക്കാരുണ്ടാവും. നിന്റെ ജീവിതത്തിൽ അത് നിനക്ക് സാധിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ഒത്തിരി അധികം ആളുകളുണ്ടാവും. എന്നാൽ കുരിശ് ചുമക്കുന്ന നിമിഷം വരുമ്പോ ഓർത്തുകൊള്ളുക, നീയും നിന്റെ കുരിശും എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ ആശ്വസിപ്പിക്കാനായി അനേകരുണ്ടായിരുന്നു. എന്നാൽ അവൻ മരണത്തിന് വിധിക്കപ്പെട്ട് കുരിശ് ചുമക്കുന്ന ആ നിമിഷം വന്നപ്പോ ആരും ഉണ്ടായില്ല. അവന്റെ കൂട്ടത്തില് ശിഷ്യന്മാർ ആരും ഉണ്ടായില്ല. കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരണത്തിന് വിധിച്ച് കുരിശ് മരം അവന്റെ തോളിലേക്ക് വെച്ചു കൊടുത്തപ്പോ ശിഷ്യന്മാരെല്ലാവരും ഓടി ഒളിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ക്ലേശം വരുമ്പോ, സഹനം വരുമ്പോ, സങ്കടം വരുമ്പോ ആരെയും കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ഒരാളെ മാത്രം കൂട്ടുപിടിച്ചാൽ മതി. ആരെയാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം കൂട്ടുപിടിച്ചാൽ മതി. ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചു പോയാലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ കുരിശിന്റെ മനോഹരമായ സാന്നിധ്യം, ആത്മീയമായിട്ടുള്ള സാമീപ്യം അത് നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ ദുഃഖവെള്ളി നമ്മളോട് പറയുന്നു. കുരിശ് എന്ന് പറയുന്നത് അതൊരു ജീവിത ശൈലിയാണ്. ഈ ജീവിത ശൈലിയിലേക്ക് വളർന്നു വരുവാൻ വേണ്ടി
നമുക്ക് എന്നുമെന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഈ കുരിശ് എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അനേക പ്രലോഭകര് നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്നാൽ ഈ കുരിശ് ഏറ്റെടുക്കുന്നത് അത് നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും രക്ഷാകരമായിട്ടുള്ള സഹനമായി കാണുകയും ആ കുരിശിൽ വളർന്നു വരികയും ചെയ്യണം എന്നുള്ളതാണ്. കർത്താവിന്റെ വിശുദ്ധ കുരിശ് അത് കണ്ടുപിടിച്ചത് ഹെലേന രാജ്ഞിയാണ്. നമുക്കറിയാം, കോൺസ്റ്റന്റൈന്റെ അമ്മ ഹെലേന രാജ്ഞിയാണ് കർത്താവിന്റെ കുരിശിനെ കണ്ടുപിടിക്കുന്നത്. ഈ കുരിശിനെ കണ്ടുപിടിച്ച് വിശുദ്ധ ഹെലേന AD 326 അന്ന് മുതൽ ഈ ജെറുസലേം വിശുദ്ധ കബറിടത്തിന്റെ ദേവാലയത്തിൽ ഈ കുരിശ് പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. AD 326 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം AD 628 ആയപ്പോഴേക്കും പേർഷ്യക്കാര് ആക്രമിച്ച് ഈ കുരിശിനെ പേർഷ്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. തൊട്ടടുത്ത വർഷം AD 629 ബൈസന്റൈൻ ചക്രവർത്തി ഹെറാക്ലിയസ് അദ്ദേഹം ഈ കുരിശ് തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും അത് വിശുദ്ധ കബറിടത്തിന്റെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ കബറിടത്തിന്റെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഹെറാക്ലിയസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം വലിയൊരു ഭക്തനാണ്, നല്ല ആത്മാർത്ഥത നിറഞ്ഞ ഭക്തനാണ്. അദ്ദേഹം ഈ കുരിശ് ചുമക്കുവാൻ ആഗ്രഹിച്ചു. കർത്താവായ യേശുവിന്റെ കുരിശ് ചുമക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അനേകം ആളുകളുടെ സാന്നിധ്യത്തിൽ മഹനീയമായി ഈ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അദ്ദേഹം ഈ വേഷഭൂഷാദികളോടെ വലിയ കിരീടമെല്ലാം വെച്ച് ഈ കുരിശ് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ തോളത്തേക്ക് എടുത്തു വെക്കുന്നു. എടുത്തു വെച്ച് അദ്ദേഹം നടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരടി പോലും നടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരടി പോലും മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കാത്തപ്പോ അദ്ദേഹം ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വിവർണനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന ബിഷപ്പ് അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശാണിത്. നീ രാജകീയമായ ആഡംബരങ്ങളോടെ വന്ന് ഈ കുരിശ് വഹിക്കാൻ തുനിഞ്ഞാല് അത് വഹിക്കാനായിട്ട് നിനക്ക് സാധിക്കില്ല. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സോടുകൂടി വന്ന് ഈ കുരിശിനെ സമീപിക്കുക. രാജാവ് ഈ ബിഷപ്പ് പറഞ്ഞത് കേട്ടു. ബിഷപ്പ് പറഞ്ഞത് കേട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനചിഹ്നങ്ങളെല്ലാം അവിടെ ഒഴിവാക്കി വെച്ചിട്ട് വളരെ ലളിതമായ വസ്ത്രധാരണം ചെയ്ത് ഈ കുരിശിനെ സമീപിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തില് ഈ കുരിശിനെ വഹിക്കാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അഹങ്കാരത്തിന്റെ ഭാവത്തോടുകൂടി, എളിമയില്ലാത്ത മനോഭാവത്തോടുകൂടി ജീവിതത്തിന്റെ കുരിശുകളെ സമീപിക്കുമ്പോൾ അത് വഹിക്കാൻ ഭാരമുള്ളതാകും. എന്നാൽ കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഞാൻ നൽകുന്ന കുരിശ് വഹിക്കാൻ എളുപ്പമുള്ളതാണ്. എളിമയോടെ അതിനെ സമീപിക്കുമ്പോൾ ഇതിന് ഭാരം കുറവായി കാണപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തില് ഈ എളിമയുടെ മനോഭാവത്തോടുകൂടി ജീവിത ക്ലേശങ്ങളെ, കുരിശുകളെ സമീപിക്കുവാൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ചതാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി അതിനെ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അടുത്ത ഒരു ചിന്ത എന്ന് പറയുന്നത് കുരിശിൽ കിടന്ന കള്ളന്മാരുടെ ചിന്തയാണ്. നല്ല കള്ളന്റെ മഹത്വം പ്രഘോഷിക്കുന്ന ചിന്തയാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ കുരിശ് വഹിക്കുമ്പോൾ അവന്റെ ഒപ്പം 2 കള്ളന്മാരോട് കൂടി ഉണ്ടായിരുന്നു. പരിശുദ്ധനായ ക്രിസ്തു അർപ്പിച്ച ആദ്യത്തെ ബലിയർപ്പണം, ഈ ആദ്യത്തെ ബലിയർപ്പണത്തില് സഹകാരികളായിരുന്നത് 2 കള്ളന്മാരായിരുന്നു. ആദ്യത്തെ ബലിയർപ്പണത്തില് സഹകാരികളായിരുന്നത് 2 കള്ളന്മാരായിരുന്നു. പ്രിയമുള്ളവരെ, എല്ലാ ബലിയും, എല്ലാ വിശുദ്ധ കുർബാനയും സമൂഹ ബലിയാണ്. ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ വൈദികനോടൊപ്പം, അവന് ലഭിച്ച അധികാരത്തോടൊപ്പം, ശുശ്രൂഷ പൗരോഹിത്യത്തോടൊപ്പം ജനക്കൂട്ടവും ഒന്നുചേർന്ന് അവർക്ക് ലഭിച്ച ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ലഭിച്ച പൗരോഹിത്യത്തിൽ നിന്ന് ഒരുമിച്ച് ബലിയർപ്പിക്കുന്ന സമയം, അത് ഇതേപോലെയാണ്. കർത്താവായ യേശുക്രിസ്തു അർപ്പിച്ച ബലിയില് കള്ളന്മാരെ ഉണ്ടായിരുന്നത് പോലെ തന്നെ
നമ്മൾ ഒരുമിച്ച് യോഗ്യതയില്ലാതെയാണ് ഈ ബലിയർപ്പിക്കുന്നത്. നമ്മള് കള്ളന്മാരാണ്, കവർച്ചക്കാരാണ് എങ്കിൽ പോലും ഈ നല്ല കള്ളന്റെ മനോഭാവം അവിടെ നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയും ജീവിക്കുള്ളൂ, പക്ഷേ ആത്മാർത്ഥതയോട് ജീവിച്ചിട്ട് ഈ ദൈവത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ പാപങ്ങള് പൊറുക്കപ്പെടുമെന്നാണ്. അതാണ് നല്ല കള്ളൻ നമുക്ക് നൽകുന്ന സന്ദേശം. പരിശുദ്ധനായ ദൈവത്തോട് കരുണയോടെ യാചിച്ചു. അവനോടൊപ്പം ബലിയർപ്പിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണയോടെ യാചിച്ചപ്പോൾ, നീ ഇന്നു മുതല് എന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന് കർത്താവായ ഈശോ മിശിഹാവിന് വാഗ്ദാനം ചെയ്തു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തില് ഇതേപോലെ ദൈവത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയാനായിട്ട് സാധിക്കണം, ഞാൻ കള്ളനാണ്, പാപിയാണ്, എനിക്ക് യോഗ്യതയില്ല, എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ വലിയ രക്ഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആഘോഷിക്കപ്പെട്ട ഒരു ക്യാരക്ടറുണ്ട്. അത് ചലച്ചിത്രത്തിലും സാഹിത്യത്തിലും ആഘോഷിക്കപ്പെട്ട ക്യാരക്ടറാണ് വെള്ളയാനി പരമു എന്ന് പറയുന്ന ഒരു കള്ളൻ. അത് നല്ല കള്ളനാണ്. വെള്ളയാനി പരമുവിന്റെ ജീവിതത്തില് അദ്ദേഹത്തിന്റെ അയൽപക്കത്തെ ഒരു സ്ത്രീ വന്ന് മകളുടെ വിവാഹത്തിന് ക്ഷണിക്കുകയാണ്. മകളുടെ വിവാഹമാണ്, തീർച്ചയായിട്ടും വരണം. അപ്പോൾ ഈ കള്ളൻ എന്ന് പറയുന്നത് ആത്മാർത്ഥതയോടെ ക്ഷണം സ്വീകരിച്ചു, എങ്കിലും ഈ വിവാഹത്തിന് പോയില്ല. പിന്നീട് ഈ കള്ളനെ കണ്ടപ്പോൾ സ്ത്രീ ചോദിച്ചു, എന്താണ് വിവാഹത്തിന് വരാതിരുന്നത്, മകളുടെ വിവാഹത്തിന് എന്താണ് വരാതിരുന്നത്? അപ്പോൾ ഈ വെള്ളയാനി പരമു എന്ന് പറയുന്ന കള്ളൻ ആ സ്ത്രീയോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാനൊരു കള്ളനാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അവിടെ വന്നു കഴിയുമ്പോൾ ഈ വിവാഹത്തിന്റെ ഒരുക്കത്തിനായിട്ട് അവിടെയുള്ള ചെമ്പ് പാത്രം, ഓട്ടുപാത്രം, അതേപോലത്തെ പാത്രങ്ങള്, അത് പലതും മോഷ്ടിക്കാനായിട്ട് എനിക്ക് തോന്നും. ഞാനത് മോഷ്ടിച്ചു കൊണ്ടുവരും, നിങ്ങളുടെ വിവാഹം അലങ്കോലപ്പെടും. അതുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് വരാഞ്ഞത്, അല്ലാതെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. പ്രിയമുള്ളവരെ, ഈ കള്ളൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ ജീവിതത്തിൽ അവൻ പുലർത്തുന്ന ആത്മാർത്ഥതയാണ്. മറ്റുള്ളവർക്ക് അപകടം വരരുത് എന്ന ചിന്തയിൽ അവൻ പുലർത്തുന്ന ആത്മാർത്ഥത, ഈ ആത്മാർത്ഥതയെ നീതീകരിക്കാനായിട്ട് സാധിക്കും. ഇതാണ് കുരിശിലെ നല്ല കള്ളനും ചെയ്യുന്ന ഒരു കാര്യം. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ കള്ളനാണ്, ഞാൻ സമ്മതിച്ചു, ഞാൻ കള്ളനാണ്, എങ്കിലും എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഇതിന്റെ ലേഖകൻ വന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണല്ലോ ഈ ലോകം അങ്ങേ വിശേഷിപ്പിക്കുന്നത്, അങ്ങ് സത്യത്തിൽ ആരാണ്? അപ്പോൾ ഈ ലേഖകൻ ഉദ്ദേശിച്ച കാര്യം, മാർപ്പാപ്പ മറുപടി പറയണമെന്ന് ആഗ്രഹിച്ച കാര്യം, അദ്ദേഹത്തിന്റെ അർജന്റീനയിലെ ജീവിതത്തെയും അവിടുത്തെ സാഹചര്യങ്ങളെയും കുറിച്ചാണ് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചത്. മാർപ്പാപ്പ അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടിയാണ്, ഞാൻ ഒരു പാപിയാണ്, ദൈവം കരുണയോടെ നോക്കുന്ന ഒരു പാപിയാണ്. ഞാനൊരു പാപിയാണ്, ദൈവം കരുണയോടെ നോക്കുന്ന ഒരു പാപിയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിന്റെ ഈ മറുപടി നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകട്ടെ. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന്, ഞാനൊരു പാപിയാണ്, ദൈവത്തിന്റെ കരുണയെ പാർത്തിരിക്കുന്ന പാപിയാണ് ഞാൻ. കർത്താവായ ഈശോ മിശിഹായുടെ പീഡാസഹനങ്ങളോട് ചേർത്തുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തെ അല്പം കൂടി വിശുദ്ധീകരിക്കണമേ എന്ന്. കർത്താവായ ഈശോ മിശിഹ കുരിശിൽ കിടന്ന് പാടുപീടയേറ്റ് കുരിശിലേക്ക് ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടിയിട്ട്, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏകദേശം അതേ രംഗത്തിലൂടെയാണ് കർത്താവ് കടന്നുപോയത്. ഈ ആണിപ്പഴുതയിലേക്ക് വലിച്ച് നീട്ടുന്ന കയറ് കെട്ടി കൈ വലിക്കുകയാണ്. എവിടെയാണ് ആണിയടിക്കുന്നത്? ആണിയടിക്കുന്നത് ഈ കൈത്തണ്ടയിലാണ് ആണിയടിക്കുന്നത്. ഇങ്ങനെ കൈത്തണ്ടയിലും കാൽത്തണ്ടയിലും ആണിയടിച്ച് പിടിക്കുന്നു. എന്തുകൊണ്ടാണ് കൈത്തണ്ടയിൽ ആണിയടിക്കുന്നത്? കാരണം ഇവിടെ കൈപ്പത്തിയിലാണ് ആണിയടിക്കുന്നെങ്കിൽ അത് കീറിപ്പോവും. കുറേ നേരം തൂങ്ങിക്കിടക്കുമ്പോൾ ഏകദേശം 2-3 മണിക്കൂർ എടുക്കും കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാനായിട്ട്. അങ്ങനെ മരണം സംഭവിക്കണമെങ്കിൽ 3 മണിക്കൂറോളം എടുക്കും.
ഇങ്ങനെ 3 മണിക്കൂറോളം എടുക്കുന്ന സമയത്ത് ഈ കൈപ്പത്തിയിൽ ആണിയടിച്ചാൽ അതിങ്ങനെ വലിഞ്ഞു കീറി ഈ ബോഡി താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ആണിയടിക്കുന്നത് എവിടെയാണ്? ഈ കൈത്തണ്ടയിലാണ് ആണിയടിക്കുന്നത്. അങ്ങനെ ആണിയടിച്ച് ഈ കുരിശിലെ കയ്യിലും കാലിലും ആണിയടിച്ച് ആ കുരിശിങ്ങനെ മറിച്ചിട്ട് അതിൻ്റെ ആണി ഇങ്ങനെ മടക്കി വെച്ച് കുരിശിലേക്ക് ഏറ്റി നിർത്തുന്നു. 2-3 മണിക്കൂറോളം ഇങ്ങനെ കിടക്കുമ്പോൾ, അങ്ങനെ കുരിശിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ശ്വാസമെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായ വ്യക്തി എന്ത് സംഭവിക്കും? ഈ കുരിശിന് താഴെ നിൽക്കുന്ന ഈ ആപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിൽ ചവിട്ടി ഇങ്ങനെ അല്പം മുന്നിലോട്ട് ഉയർന്നിട്ട് ശ്വാസം എടുക്കാനായിട്ട് പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ ശ്വാസം എടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് അല്പം കൂടി നേരം ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കും. ഈ ഈശോയുടെ കൂടെ കുരിശിൽ തറച്ച 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു എന്ന് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. കണങ്കാലുകൾ തകർത്തു കഴിഞ്ഞാൽ ഈ ഉപ്പൂറ്റി ഊനി ശരീരം ഉയർത്താനായിട്ട് സാധിക്കില്ല, ശ്വാസമെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ സാവധാനം മരണമടയുന്നു. എന്നാൽ കർത്താവായ ഈശോ മിശിഹായുടെ മരണം അങ്ങനെയല്ലായിരുന്നു. അവൻ അതിനു മുമ്പേ മരിച്ചിരുന്നു. എങ്ങനെയാണ് മരിച്ചത്? അവൻ അഗാധമായ പാടുപീടുകളേറ്റ് അവന്റെ സിരകളിൽ നിന്നും രക്തം പൊട്ടിയിറങ്ങി അവന്റെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിച്ച്, നമുക്കറിയാം ലങ്സിലേക്ക് രക്തം കയറി കഴിഞ്ഞാൽ പിന്നെ ശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അഗാധമായിട്ടുള്ള പ്രാണപീഡയിൽ അവൻ നിലവിളിക്കുകയാണ്. എന്താണ് നിലവിളിക്കുന്നത്? എന്റെ പിതാവേ, എന്റെ ആത്മാവിനെ അങ്ങേ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നരുൾ ചെയ്ത് അവൻ മരിച്ചു. മരിക്കുന്നതിന് മുൻപേ ഉള്ള വാചകം എന്നാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ. അഗാധമായ ക്ലേശങ്ങൾക്കിടയിലും നൊമ്പരങ്ങൾക്കിടയിലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ മനസ്സാകുന്ന കർത്താവായ ഈശോ മിശിഹാ, ഈ കർത്താവായ ഈശോ മിശിഹായോടാണ് നമ്മൾ അനുഗ്രഹം യാചിക്കുന്നത്. അനുഗ്രഹം യാചിക്കുമ്പോൾ നമ്മൾ ചെന്ന് നിൽക്കേണ്ട ഇടമെന്ന് പറയുന്നത് എൻ്റെ ശത്രുവിന്റെ മുമ്പിലാണ്. ശത്രുവിന്റെ മുമ്പിൽ നിന്നിട്ട് അവനോട് പറയണം, ഞാൻ നിന്നോട് ക്ഷമിച്ചു, പൂർണ്ണമായിട്ടും ക്ഷമിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുമ്പോൾ ഈ ദുഃഖവെള്ളി ഒരു അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. അങ്ങനെ അനുഗ്രഹമാക്കുവാൻ, ദൈവികമായ സ്പർശം നമ്മുടെ ജീവിതത്തിനുണ്ടാകുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.